ഈ മാച്ചിൽ ഞങ്ങൾ മിഡ് സ്റ്റൈനിലെ ഷോപ്പിൻ്റെ അവിടെയായിട്ട് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ മെയിൻ ബിൽഡിങ്ങിൽ ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ ഒരു കിട്ടിലും 1v2 കണ്ട് നോക്കി. അത് കഴിഞ്ഞൊരു അടിപൊളി 1v3 കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും അറിയാലോ, മറക്കാതെ ചാനൽ സബ് ചെയ്തേക്കണം. കാരണം നമ്മൾ റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സാണ്. ഫുഡ് കേട്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് പ്രീ ഫയർ ചെയ്താണ്. അപ്പോഴത്തേനും വിൻഡോയിൽ കൂടെ ഒരുത്തൻ ഞാൻ കില്ല് തരാൻ ചേട്ടാന്ന് പറഞ്ഞ് എൻ്റെ തോക്കിന് ഇരയായിട്ടുണ്ട്. അവനെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വീടിൻ്റെ വെളിയിൽ ഒരുത്തൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവൻ കവറിൽ തന്നെ നിന്ന് കളിക്കുക. അപ്പോൾ നൈസായിട്ട് ഞാൻ ഈ കഥ പറഞ്ഞിറങ്ങി ചെന്ന് അവനെയും കൂടെ അടിച്ചു. ഇവനെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കഴിഞ്ഞു. ഇനി തൊട്ടപ്പുറം നമ്മൾ റീകോളൊക്കെ ചെയ്യുന്നില്ല, അതിൻ്റെ താഴത്തെ ബിൽഡിങ്ങിലുണ്ട് ഒരു 3 പേര് അതിൻ്റെ മണ്ടയിൽ സ്മോക്കൊക്കെ ഇട്ട് കുനിയിരിക്കുമായിരുന്നു. അപ്പോൾ അവന്മാരെ നൈസായിട്ട് 1v3 എടുക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് കണ്ടു നോക്കിയേ. എന്തോ അറബിയിലോ മറ്റോ എന്ന് തോന്നുന്നു, വേറെ ഏതോ ലാംഗ്വേജിൽ പേരിട്ടൊരു 3 അവന്മാർ. കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ട അറിയാലോ, സബ് ചെയ്തേക്കണേ. അവന്മാരും കൂടെ അടിച്ച് മിഡെല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ സോണിലോട്ട് പോകും. അപ്പോൾ ഈ മലയിൽ അടിയുണ്ടായിരുന്നു. ഞാൻ ഒരുത്തന്നെ നൈസായിട്ട് കണ്ട് അടിക്കും. എൻ്റെ ടീമേറ്റ് അവനെ നോക്കിടുന്നത്. അപ്പോൾ നൈസായിട്ട് ഞാൻ എന്താ അവനെ ഞെക്കി പിടിക്കും. ഞെക്കി കഴിഞ്ഞപ്പോഴാണ് ലെഫ്റ്റിലെ പാറയുടെ മുകളിൽ ഇവൻ്റെ ടീമേറ്റ് 2 അവന്മാർ കുനിങ്ങിരിപ്പുണ്ടായിരുന്നു. അവന്മാർ അടി വരുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് സൈഡിലോട്ട് മാറിയിട്ട് M249 വെച്ചിട്ട് അവന്മാർ 2 പേരെ അടിക്കും. ആ ചെറിയൊരു സ്പ്രേയിൽ അവന്മാർ 2 പേരും വീഴും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ 1v2 ആണോ 1v3 ആണോ ഇഷ്ടപ്പെട്ടതെന്ന്. ഇത്രയൊക്കെ എൻ്റെ വാചകവടിയും കളിയും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഡിസർവിങ് ആണെന്ന്. നിങ്ങൾ എന്തായാലും സബ് ചെയ്തെന്ന് എനിക്കറിയാം. എന്നിട്ടും സബ് ചെയ്യാത്തവന്മാരുണ്ടോ? എന്നെ മനസ്സാടാ നിൻ്റെയൊക്കെ.